T20 ലോകകപ്പിന്റെ ആവേശം കൊടുമുടിയിൽ നിൽക്കെ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിക്കുന്ന വമ്പൻ പരിഷ്കാരങ്ങളുമായി BCCIയുടെ പുതിയ വാർഷിക കരാർ പട്ടിക പുറത്തിറങ്ങി. മുൻപത്തെ രീതികളിൽ നിന്നും വ്യത്യസ്തമായി കോടികൾ പ്രതിഫലം ലഭിക്കുന്ന A+ ഗ്രേഡ് ഇത്തവണ പൂർണ്ണമായും ഒഴിവാക്കി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. പകരം A, B, C എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് ഇത്തവണ താരങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് 7 കോടി രൂപ വാർഷിക പ്രതിഫലം ലഭിച്ചിരുന്ന A+ ഗ്രേഡിലെ കരുത്തരായ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയും ഇത്തവണ ഗ്രേഡ് ബിയിലേക്കാണ് തരം താഴ്ത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ച ഇവർ നിലവിൽ ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് എന്നതിലാണ് ഈ കടുത്ത നടപടി. ടീമിലെ ഈ വമ്പൻ സ്രാവുകൾ മാത്രമല്ല, അപ്രതീക്ഷിതമായി തഴയപ്പെട്ടതും തരം താഴ്ത്തപ്പെട്ടതും പട്ടികയിൽ ഇടം പിടിച്ച മറ്റ് പ്രമുഖ താരങ്ങളുമുണ്ട്. അവർ ആരൊക്കെയെന്ന് നോക്കാം. ക്രിക്കറ്റ് ലോകത്തെ ഒന്നടക്കം ഞെട്ടിച്ച മറ്റൊരു മാറ്റം ഓൾറൗണ്ടർ അസ്കർ പട്ടേലിന്റെ തഴംതാഴ്ത്തലാണ്. നിലവിൽ T20 ലോകകപ്പ് ടീമിന്റെ വൈസ് ക്യാപ്റ്റനും 3 ഫോർമാറ്റുകളിലും ഒരുപോലെ തിളങ്ങാൻ ശേഷിയുള്ള താരവുമായിട്ടും അസ്കറിനെ B ഗ്രേഡിൽ നിന്ന് C ഗ്രേഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് BCCI. സൂപ്പർ താരങ്ങളായ ഹർദിക് പാണ്ഡ്യയ്ക്കും KL രാഹുലിനും പുതിയ കരാറിൽ BCCIയുടെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. മുൻപ് A ഗ്രേഡിൽ ഉണ്ടായിരുന്ന ഇവരെയും ഇത്തവണ B ഗ്രേഡിലേക്കാണ് തരം താഴ്ത്തിയിരിക്കുന്നത്. ക്രിക്കറ്റ് പ്രേമികളെ ഒരേപോലെ അമ്പരിപ്പിക്കുന്നതായിരുന്നു പേസർ മുഹമ്മദ് സിറാജിന്റെ കാര്യത്തിൽ BCCI എടുത്ത തീരുമാനം. നിലവിൽ 3 ഫോർമാറ്റുകളിലും ഇന്ത്യൻ പേസ് നിരയിലെ സ്ഥിര സാന്നിധ്യമായിട്ടും സിറാജിനെ A ഗ്രേഡിൽ നിന്നും B ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയിരിക്കുകയാണ്. സീനിയർ താരം മുഹമ്മദ് ഷമി, ഇഷാൻ കിഷൻ, സർഫറസ് ഖാൻ, രജത് പാട്ടീദാർ, മുകേഷ് കുമാർ എന്നിവർക്ക് ഇത്തവണ വാർഷിക കരാർ ലഭിച്ചതുമില്ല. പുരുഷ ടീമിൽ വമ്പൻ അഴിച്ചുപണികൾ നടന്നപ്പോൾ വനിതാ ക്രിക്കറ്റിൽ കാര്യങ്ങൾ ആശ്വാസകരമാണ്. സൂപ്പർ താരങ്ങളായ ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, ജമീമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ എന്നിവർ തങ്ങളുടെ ആധിപത്യം നിലനിർത്തിക്കൊണ്ട് ഗ്രേഡ് എയിൽ തന്നെ ഇടം പിടിച്ചു.